ഫ്ലാറ്റെന്ന് പറഞ്ഞാലും രാഹുൽ എന്ന് പറഞ്ഞാലും പീഡനമെന്ന് പറഞ്ഞാലും പ്രതി ജയിലിലായാലും ഒക്കെ എന്തെങ്കിലും ഒരു സൂചനകളിൽ എന്തെങ്കിലും ഒരു അവസരത്തിനായി ഈ ഷാഫി പറമ്പിലിന് വേണ്ടി എല്ലാവരും ഇത്രയും കൂടുതൽ കാത്തിരിക്കുന്നത് എന്തിനാവും? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ കിട്ടുന്ന അവസരത്തിലെല്ലാം എന്തിനോടെങ്കിലും ചേർത്ത് വെച്ചും അല്ലാതെയുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ തെരുവുകളിലോ ഒക്കെ അദ്ദേഹത്തെ നേരിടുന്നത് എന്തിനായിരിക്കും? അതിൻ്റെ ഒരു കൃത്യമായ ഉത്തരം കൂടിയാണ് വിഴിഞ്ഞം വാർഡിലെ തിരഞ്ഞെടുപ്പ് ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. സ്വിങ്ങോ ഷിഫ്റ്റോ ചലനങ്ങളോ ഒക്കെ ഉണ്ടാകേണ്ടത് സാധാരണ ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം ചേർന്ന് അതിനെ ശക്തിപ്പെടുത്താനാണ്. രണ്ടാം സ്ഥാനം CPIM-നാണ്, ഇടതുമുന്നണിക്കാണ്. അവരാണ് മുഖ്യ പ്രതിപക്ഷം. കോൺഗ്രസ് വളരെ താഴെയാണ്. സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടി BJP ഭരിക്കുമ്പോൾ വിഴിഞ്ഞം പോലെ ഒരു വാർഡിലെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് വളരെ വ്യത്യസ്തമാണ്. ഏതാണ്ട് 14,000-ഓളം വോട്ടർമാരുണ്ട് അവിടെ. അവിടെയുമുണ്ട് ഒരു പ്രത്യേകത. ഈ 14,000-ഓളം വോട്ടർമാർ ഒരു വാർഡിൽ വന്നത് തന്നെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് അന്നേ ചർച്ചയ്ക്ക് വഴിതെളിച്ചിരുന്നു. 7,000-ഉം 8,000-ഉം വെച്ചുള്ള നിരവധി വാർഡുകൾ വന്നപ്പോൾ ഈ മേഖലയിലൊക്കെ 14,000, 15,000 വോട്ടുകൾ വെച്ചാണ് വാർഡ് ഉണ്ടായത്. ആ വാർഡിൻ്റെ ഒരു ഡെമോഗ്രാഫിക് ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ഏറ്റവും ഭൂരിപക്ഷം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ അത് 40%. തൊട്ടുപിറകിൽ LC ഉണ്ട് 30%. പിന്നെ ബാക്കിയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റി എല്ലാം കൂടി ചേർന്ന് ബാക്കിയുള്ളവർ എന്ന് വെച്ചാൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ കേന്ദ്രീകരണമുള്ള സ്ഥലമാണ് ഈ വാർഡ്. ഈ വാർഡ് എപ്പോഴും LDFന് പിന്തുണച്ചിട്ടുള്ള വാർഡാണ്. അവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചതൊരു നൗഷാദാണ്. ആ LDF സ്ഥാനാർത്ഥിക്ക് എതിരെയാണ് പണ്ട് ഹാർബർ ഡിവിഷനിൽ നിന്ന് കൗൺസിലറായി ജയിച്ച സുധീർ ഖാൻ മത്സരിക്കുന്നത്. രാഷ്ട്രീയ ചരിത്രവും മറ്റു പല സമവാക്യങ്ങളും ഒട്ടും യോജിച്ചതല്ല. ഇന്ന് കേരളത്തിൽ അവകാശപ്പെടുന്ന ചില ഇക്വേഷൻസ് വെച്ചാണെങ്കിൽ ഏതാണ്ട് 50, 55, 60% മറ്റൊരു വശത്തെ നിൽക്കാൻ തരമുള്ളൂ. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ രാഷ്ട്രീയമായി ഇരുവശത്തും കടുത്ത പ്രചരണങ്ങൾ നടന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊക്കെ നിലയിൽ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ശൈലജ ടീച്ചർ, വളരെ പരിണിതപ്രജ്ഞനായ ധനകാര്യമന്ത്രി എന്ന് പേരെടുത്ത ഒരുപാട് ആശയങ്ങളൊക്കെ എപ്പോഴും സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവെക്കുന്ന തോമസ് ഐസക്, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സംഗതികളുമായി ബന്ധപ്പെട്ട് എപ്പോഴും ജാഥയിലും അല്ലാതെയും ഉപയോഗിക്കാറുള്ള KT ജലീൽ, പിന്നെ അഹമ്മദ് ദേവർകോവിൽ, മിനിസ്റ്റർ MB രാജേഷ് അടക്കമുള്ള ഒരു നിര നേതാക്കളാണ് അവിടെ പ്രചരണത്തിനായി എത്തിയത്, റോഡ് ഷോയുമായി എത്തിയത്. മറുവശത്ത് അവസാന മണിക്കൂറുകളിൽ ഒരു ഷാഫി മാജിക് നടന്നു. അതെ, ഷാഫി പറമ്പിലിൻ്റെ റോഡ് ഷോ. അത് സംഘടിപ്പിച്ച വിൻസെൻ്റ് പോൾ എന്ന് പറയുന്ന നമ്മുടെ അവിടുത്തെ നിലവിലുള്ള MLAയുടെ സഹോദരനുമായി ഞാൻ സംസാരിച്ചു. അങ്ങനൊരു റോഡ് ഷോ അവസാനം ഷാഫിയെ കൊണ്ട് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്താണ് ഞങ്ങൾ നടപ്പിലാക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ നടപ്പിലാക്കലാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഇലക്ഷനിൽ, വളരെ നിർണായകമായ ഇലക്ഷനിൽ ഏതാണ്ട് 80-ൽ പരം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്തിയത്. അതെ, ഷാഫി പറമ്പിലിന് ഒരു സ്വീകാര്യതയുണ്ട്. പാർട്ടിക്കകത്തും എതിർ പാർട്ടിയിലുമുള്ളവരെ അസൂയപ്പെടുത്തുന്ന ഒരു സ്വീകാര്യത. വളരെ കുറഞ്ഞ പ്രായത്തിലെ അത്രമേൽ സ്വീകാര്യത നേടി എന്ന് പറയുന്നത് പണ്ട് ആൻ്റണി വയലാർ, ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ തിരിച്ചുവരവാണെന്ന ചിന്ത പലരിലുമുണ്ട്. അങ്ങനെ ഒരു ഔഷധമൂല്യമുണ്ടെന്ന ചിന്തയാണ് കിട്ടുന്ന അവസരത്തിൽ എറിയാൻ ഒരുപാട് പേർ കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരിക്കുന്നുള്ളെന്നുള്ള ബോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രമേൽ ശ്രദ്ധയോടെ അങ്ങനെ കയറി വരിക വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഏതായാലും അതുകൊണ്ടാണ് കിട്ടുന്ന ഏതവസരത്തിലും ഈ പറയുന്ന തരത്തിലുള്ള ആരോപണം ഉണ്ടാകുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് AK ആൻ്റണിയുടെ ഒരു അഭിമുഖം കണ്ടു. ആൻ്റണിയോട് ഈ അഭിമുഖം നടത്തിയ വിനു വി ജോൺ ആണോ എന്ന് തോന്നുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെയൊക്കെ കാലത്ത് ചെറുപ്പക്കാർ വന്നതുപോലെ ഇപ്പോഴത്തെ കോൺഗ്രസ്സിൽ ആരും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആൻ്റണി പറഞ്ഞ മറുപടി, അത് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. ഷാഫി പറമ്പിൽ വടകരയിൽ വന്നപ്പോൾ എന്താ അവിടെ ഉണ്ടായ ഒരു ഒഴുക്ക്, എന്താണ് അവിടെ പാർട്ടിയിലേക്ക് ചെറുപ്പക്കാരുടെ ഒരു വരവ് എന്ന തരത്തിൽ ഒരുപക്ഷേ നമ്മളിപ്പോൾ പറയുന്നത് പോലെ ഒരു റിട്ടയർമെൻറ്റ് വിശ്രമത്തിൽ കഴിയുന്ന ആൻ്റണി പോലും അത് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേ ഷാഫി പറമ്പിലായിരിക്കും ഒരുപക്ഷേ ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ
KPCCയുടെ അധ്യക്ഷൻ്റെ ചുമതല വഹിക്കാൻ പോകുന്നത് എന്നതാണ് അതിനേക്കാൾ വ്യത്യസ്തമായൊരു കാര്യം. കാരണം മറ്റ് 3 ആളുകളും വർക്കിംഗ് പ്രസിഡൻറ്റും അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പമുള്ള കൃഷ്ണനാഥും AP അനിൽകുമാറും ഒക്കെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരാണ്. ഈ വർക്കിംഗ് പ്രസിഡൻ്റ് ആയെങ്കിലും ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്രമേൽ ബുദ്ധിപരമായാണോ പാർലമെൻറ്റ് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ എനിക്കതിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഒരുപക്ഷേ ഇവിടെ തുടർന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ ട്രെൻഡിൽ അദ്ദേഹത്തിന് ജയിക്കാമായിരുന്നു എന്ന് മാത്രമല്ല, ഒരു ഷുവർ KPCC പ്രസിഡൻ്റ് കൂടിയായിരുന്നു. ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡൻ്റായി നിൽക്കുന്നവരെല്ലാം മന്ത്രിയോ മറ്റോ ഒക്കെ ആയാൽ KPCC അധ്യക്ഷനെന്ന നിലയിൽ അദ്ദേഹം അങ്ങ് തുടരാൻ തന്നെ സാധ്യതയും ഉണ്ടാകാം. അങ്ങനെ ഷാഫി മാജിക്കാണ് അവസാനം ഈ ഞെരുങ്ങിയുള്ള പക്ഷേ കൃത്യവും വ്യക്തവുമായ ഒരു വിജയം ഈ വാർഡിൽ ഉണ്ടാക്കിയെടുത്തത് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നവർ പറയുന്നത്.